ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് മാങ്ങ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയോ സവോളയോ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിയാണ് ചേർക്കുന്നത്. ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഉള്ളി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഇതേപോലെ രണ്ട് വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, 2 പച്ചമുളകും കൂടെ കീറിയിടുവാണ്. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അരയ്ക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് മുളക് പൊടി മതി, പച്ചമുളക് വേണ്ട, ഈ മുളക് പൊടി മതി എന്നുണ്ടെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കീറിയും കൂടെ ഇടുവാണ്. 2 ഒന്ന് കാന്താരിയാണ്, കാന്താരി 2 ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. അല്ലാതെ അരയ്ക്കാനും കൂടെ നമുക്ക് വേണം കേട്ടോ. അരയ്ക്കുന്ന പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിയോ അരയ്ക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് അരയ്ക്കാം. പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനം വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് വേവട്ടെ കേട്ടോ. ഇതൊന്ന് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. മാങ്ങയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മാങ്ങ വെന്ത് വരും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ മതി കേട്ടോ. ഇത്രയും മാങ്ങയ്ക്ക് ഒരു അരമുറി, കുറവായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ കഷ്ണം അനുസരിച്ച് നിങ്ങൾ തേങ്ങയുടെ അളവ് കൂട്ടുക കേട്ടോ. ഇതിലേക്ക് ഞാൻ അല്പം മല്ലിപ്പൊടി ചേർക്കുവാണ്. മല്ലിപ്പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചേർക്കാം, അല്ലെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി ചരച്ചെടുക്കാം. ഇതിനകത്തേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഈ മുളകാണ്. നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിന് നിങ്ങൾ ഈ മുളക് ചേർക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കും, അല്ലെങ്കിൽ കല്ലേൽ അരയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കല്ലേൽ അരച്ച് കൊണ്ടുവരിക. ഈ മാങ്ങ നമ്മൾ ഇട്ടതിൻ്റെ അകത്തേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിന് മറന്നുപോയി. ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കല്ലെങ്കിൽ ഇത് അരയ്ക്കുന്നതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അത് അരയ്ക്കുന്നതിൽ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞളിട്ടോ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങയും മല്ലിയും കൂടി ഞാൻ മല്ലിപ്പൊടിയും കൂടി ഇട്ടത് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കാം. മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ. ഉള്ളി ആയതുകൊണ്ട്, ഉള്ളി മാങ്ങയൊക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. തവിയിട്ട് എങ്ങനെ ഇളക്കൊന്നും വേണ്ട കേട്ടോ. വെന്തോന്നൊന്ന് നോക്കിയാൽ മതി. ഇപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിങ്ങനെ ഒത്തിരി നീണ്ടിരിക്കണമെന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു അല്പം വെള്ളം കൂടെ ഇതൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് സാധനവും നമ്മൾ വെറുതെ കളയാറുണ്ടല്ലോ, നമ്മളൊന്ന് കഴുകി എടുക്കാം. നമുക്കിത് അരച്ചതിൻ്റെ അകത്തുനിന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടാകുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഞാൻ സിമ്മാക്കി വെച്ചപ്പോൾ തിരിച്ചായിപ്പോയി. ഇപ്പോൾ ഇതിനെല്ലാത്തിനും ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഉപ്പിച്ചിരിയും കൂടെ വേണം എനിക്ക്. അതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഉപ്പെല്ലാം ആവശ്യത്തിനുള്ളതായി നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് ഒന്ന് കടുക് വറുക്കാനായിട്ട് കടുക് വറുത്ത് ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2 മുളക് എടുത്തിട്ടുണ്ട്, കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്കൊന്ന് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അതിലേക്ക് ഒരു ചീനിച്ചട്ടി, ചെറിയ ചീനിച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തു. വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ. മാങ്ങ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് അരച്ചെടുക്കേണ്ട താമസമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാനിത് അതിലേക്ക് കടുകിട്ട് കൊടുത്തു. കടുക് വറുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ളതൊന്ന് കടുക് പൊട്ടിയ ഉടനെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിത് 2 മുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിടുവാണ്. പിന്നെ ഇതാ കരിവേപ്പിലയും കൂടെ ഞാൻ കുറച്ചിട്ട് കൊടുക്കുവാണ്. കരിവേപ്പില നമുക്ക് ഇതിൻ്റെ മേളിലും കൂടെ കുറച്ചിട്ട് കൊടുക്കാം, പച്ചയ്ക്ക് തന്നെ. അതിനുശേഷം ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടുക് വറുത്ത് ഒഴിച്ചാൽ മതി. ഇത്രയും മതി കേട്ടോ. മാങ്ങാക്കറി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഏതിൻ്റെ കൂടെയും നമുക്ക് ഈ മാങ്ങാക്കറി ഉപയോഗിക്കാൻ പറ്റും. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ ഇത്. അധികം പുളി കുറഞ്ഞ മാങ്ങ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങാക്കറിയാണ് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കറി എപ്പോഴാണ് എടുക്കേണ്ടത് അത് നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. താങ്ക് യു.